കുക്കിഷാമ എത്തിയിട്ടുണ്ട്. ഇന്ന് നല്ല കൂന്തല് ജാബ്സ കൂന്തല് റോസ്റ്റും അതിലെ മുള്ളിട്ട് കേട്ടോ. അപ്പൊ വീഡിയോ വരും, ഫുള്ള് കണ്ടോ. കൂന്തൽ ഏകദേശം ക്ലീൻ ചെയ്ത് കഴിയാറായി. ഒരുപാട് കൂന്തലുണ്ടായിരുന്നു. കുറച്ച് കൂന്തൽ ഓൾറെഡി എൻ്റെ വൈഫ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, കുറച്ച് ഗസ്റ്റും കൂടി ഉണ്ട് ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തേയില എന്നുള്ളൊരു ഡൗട്ടുള്ളതുകൊണ്ട് കുറച്ചും കൂടി കൂന്തൽ വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. ഈ കാണുന്നത് ഇഷാം ആർക്കും പറഞ്ഞു കൊടുക്കാതെ ഇഷാമിൻ്റെ മാത്രം സീക്രട്ടായ കുറച്ച് മസാലക്കൂട്ടാണ്. ഞങ്ങൾക്ക് വരെ എന്താണെന്ന് പറഞ്ഞു തന്നിട്ടാ. സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിട്ട് കറി വെച്ച് കഴിഞ്ഞാലും പൊരിച്ച് കഴിഞ്ഞാലും ഒടുക്കത്തെ ടേസ്റ്റ് ആണെന്നാണ് മൂപ്പർ പറഞ്ഞത്. മസാലയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം കൂന്തലെടുത്ത് അങ്ങനെ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എണ്ണയിലിടുന്ന സമയത്ത് വെളിച്ചെണ്ണൻ്റെയും കൂന്തലിൻ്റെയും സ്മെല്ല് വരുമ്പോണ്ടല്ലോ വല്ലാത്തൊരു ഫീൽ തന്നെ. അപ്പം എന്നെ എടുത്ത് കഴിക്കാൻ തോന്നിയിന്, അത്രക്കും സ്മെല്ലായിരുന്നു. ഒരു ഭാഗത്ത് അയില മുളകിട്ടത് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ മസാല ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇഷാമ് തന്നെ അയില മുളകിട്ട കറിയും വെച്ചു. മാഷാ അല്ലാ, രണ്ടിനും ഒടുക്കത്തെ ടേസ്റ്റാണ്. ഞങ്ങൾ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഗസ്റ്റിനുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ വൻ ടേസ്റ്റ് ആയിരുന്നതാണ്, ഒരു രക്ഷയില്ല. പക്ഷേ ഇഷാമിൻ്റെ ഫുഡ് ഓൾറെഡി ഞങ്ങളൊക്കെ കഴിച്ച ആളാണ്, ഒന്നും പറയാനില്ല, ഒടുക്കത്തെ ടേസ്റ്റാണ്. ചില ആൾക്കാർക്ക് പടച്ചോൻ അറിഞ്ഞും കൊണ്ടും പല കഴിവും കൊടുക്കും. അതിൽപ്പെട്ട ഒരാളാണ് ഇഷാം. ആൾ നന്നായി ഫുട്ബോളും കളിക്കും, അതുപോലെ തന്നെ കുക്കും ചെയ്യും. നല്ലൊരു പ്ലെയറും കൂടിയാണ്, നല്ലൊരു കുക്കും കൂടിയാണ്.